നമസ്കാരം. കുറച്ചധികം യൂസ്ഡ് കാഴ്ച ഇവിടെ കിടക്കുന്ന കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. കുറേ ഉണ്ട് കേട്ടോ. ലിവ, വാഗനാർ, റെഡ് ലിവ, ഹൈറൈഡർ തന്നെ രണ്ടെണ്ണം ഞാനിപ്പോൾ കണ്ടു. നല്ല അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള റെഡ് ഹൈറൈഡർ, ബ്ലാക്ക് ഹൈറൈഡർ. ഇത് രണ്ടും ടോപ്പ് വേരിയൻ്റാണ് കേട്ടോ. ടോപ്പ് വേരിയൻ്റാണ്. ഇതിനോട് ചേർന്നുള്ള കമ്പനിയുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. ഇവരിപ്പോൾ സെയിലിനായിട്ട് ഇങ്ങോട്ട് കൊടുത്തിരിക്കുക. ഒരു ബ്ലാക്കും കിടപ്പുണ്ട്, ഒരു റെഡും കിടപ്പുണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് വണ്ടിയാണ് കേട്ടോ. ഇത് നമ്മുടെ പഴയ കാലത്തെ ഒരു രാജകുമാരൻ എറ്റിയോസ് ലിവ. ഇത് വന്നിട്ട് 2016 മോഡലാണ് കേട്ടോ. 2016 മോഡൽ എറ്റിയോസ് ലിവയാണ്. സിംഗിൾ ഓണറാണ് കേട്ടോ. ഇത് സിംഗിൾ ഓണറാണ്. 76,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 395 ഇവർ ഇതിന് ചോദിക്കുന്ന പ്രൈസ്. 2016 മോഡൽ. അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു വൈറ്റ് വാഗനാറും കിടപ്പുണ്ട്. ഇത് 2016 മോഡലാണ് കേട്ടോ. ഇത് രണ്ടും 2016 മോഡൽ വണ്ടി. ഇത് സിംഗിൾ ഓണറല്ല കേട്ടോ. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണറല്ല, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് നമ്മുടെ ഈ മാരുതി വാഗനാർ വന്നിട്ട്. ഇത് 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 67,000 കിലോമീറ്റർ. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,80,000 രൂപ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ചെക്ക് ചെയ്യണമെന്നെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ കൊടുത്തിരിക്കുക. മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ ഡയറക്റ്റ് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഇവരെ വിളിച്ച് ചോദിച്ചിട്ട് മാത്രം വരാതെ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപക്ഷെ ഈ വണ്ടി സെയിലായിട്ടുണ്ടാവാം. ഓക്കെ, ഇത്രയും വണ്ടി മാത്രമല്ല കേട്ടോ. ഇവിടെ ഇങ്ങോട്ടും കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. ദാണ്ടേ ഒരു വൈറ്റ് സ്വിഫ്റ്റ് കിടപ്പുണ്ട്, ഒരു ഗ്രേ സ്വിഫ്റ്റ് കിടപ്പുണ്ട്, ഒരു ജാസ് കിടപ്പുണ്ട്. ഇതേ അപ്പുറത്തൊരു CS കിടപ്പുണ്ട്, വാഗനാറുണ്ട്. കുറേ വണ്ടികളുണ്ട്. ഇതെൻ്റെ ഹ്യുണ്ടായി ഉണ്ട്. ഇതേ ഗ്ലാൻസ് തന്നെ അതെ അങ്ങോട്ട് 2 എണ്ണം കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും ഈ വണ്ടിയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഈ വണ്ടിയുടെ പ്രൈസോ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലേ ഒന്ന് ഇവരോട്ട് ഡയറക്റ്റ് വിളിച്ചാൽ മതി. ഞാനൊന്ന് വീഡിയോയുടെ പരിമിതി കാരണം അതായത് ഇപ്പോഴൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. മാത്രമല്ല, ഞാനൊരു സോറിയോട് പറയുന്നത് ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഡയറക്റ്റ് അവരെ വിളിച്ചൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. താങ്ക് യു വെരി മച്ച്.